എല്ലാവർക്കും നമസ്കാരം. ഇനി നമ്മൾ ഈ ഗോൾഡൻ റൂൾസ് ആയ 4 നമ്മൾ നന്നായിട്ട് ഫോളോ ചെയ്തെന്ന് വിചാരിക്കുക. അതായത് വിശന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ, ദാഹിച്ചാൽ മാത്രം വെള്ളം കുടിക്കുന്നു, അത് പച്ചവെള്ളം. അതുപോലെ വിശ്രമം, ശരീരത്തിന് ക്ഷീണം വരുമ്പോൾ വിശ്രമിച്ചു കൊടുക്കുന്നുണ്ട്. നിന്നിട്ടുള്ള ക്ഷീണം വരുമ്പോൾ ഇരുന്നിട്ടോ ശരീരത്തിന് ആ മൂവ്മെന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഉറക്കമാണെങ്കിൽ രാത്രി കൃത്യം 9 മണി ആ ടൈമിൽ കിടക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ ശരീരത്തിലുണ്ടായ ബുദ്ധിമുട്ടിന് മാറ്റമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾ ഇമോഷൻ നോക്കുക. എന്തൊക്കെയാണോ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണോ കാര്യങ്ങളുള്ളത് എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ് മറ്റുള്ളവരോട് ദേഷ്യം, പക, അതുപോലെ തന്നെ അസൂയ, അങ്ങനത്തെ പല ഇമോഷനും നമ്മളെ ഉള്ളിൽ ഉണ്ടാവും, സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, അവരോടുള്ള ദേഷ്യപ്പെടൽ, നമ്മൾ വെറുതെ വഴക്കടിക്കുന്ന സ്വഭാവം, ഇങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മളൊരു ലിസ്റ്റ് എഴുതി വെക്കുക. എന്തൊക്കെ നമുക്ക് ഇമോഷൻസ് ഉണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റാത്തത്. അങ്ങനത്തെ അവർക്ക് ഏറ്റവും നല്ലത് മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത്. ഇന്ന് ഫ്രീ മെഡിറ്റേഷൻസ് ഒക്കെ കിട്ടും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 2-3 ദിവസം നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യാം, പിന്നെ നമുക്കൊരു മടിയായിരിക്കും. മതി, ഇങ്ങനെ പോട്ടെ, അങ്ങനെ വിചാരിക്കാണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലെങ്കിൽ പിന്നെ ജിമ്മിൽ പോകുക, ബോഡി മൂവ്മെന്റ് ചെയ്യുന്ന വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒക്കെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന, ചിലർക്ക് പോകണമെന്നില്ല, വീട്ടിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് യൂട്യൂബിൽ പല വീഡിയോസും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പറ്റുന്ന ബോഡി മൂവ്മെൻ്റ് ഒക്കെ എടുത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വെറുതെ കിടന്ന് ഫോണും പിന്നെ ടി വിയും കണ്ട് ഇരിക്കാതെ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതുപോലെ മറ്റുള്ളവരെ വിളിച്ച് വേറെയുള്ള ആളെ കുറ്റം പറയുക, ഇങ്ങനത്തെ ഇത്തരം ശീലങ്ങൾ, മറ്റുള്ളവരെ കുറിച്ച് എപ്പോഴും പരാതി പറയുക, സ്വന്തം രോഗത്തിനെ കുറിച്ച് പറയുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ രോഗം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പറയും ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് രോഗത്തിന് ഒരു കുറവില്ലല്ലോ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ രോഗിയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ വയ്യ, കാലുവേദനയാണ്, തലവേദനയാണ്, ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനുള്ളിലാണ് അത്തരം ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കത് മറ്റൊരാളോട് പറയുമ്പോൾ ഭയങ്കര ആശ്വാസം പോലെ തോന്നുമെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ പിന്നെയും ആ ഹോർമോൺസ് തന്നെ ഉണ്ടാക്കി ഉൽപ്പാദിപ്പിച്ച് പിന്നീട് നിങ്ങൾക്ക് ആ വേദന കൂടുന്ന അവസ്ഥയിലേക്ക് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുക, ഇല്ലായ്മയും അസുഖത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുക എന്നുള്ളത്. അവരും അവരുടെ വിഷമങ്ങളൊക്കെ പറയുമ്പം അത് കേട്ടിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നമുക്ക് അതേ സിറ്റുവേഷനിൽ പോകുന്നതുകൊണ്ട് അതേ പെയിനും ആ ഹോർമോൺസും നമ്മുടെ ഉള്ളിൽ പിന്നീടും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മുടെ രോഗങ്ങൾ കാഠിന്യമുള്ളതാക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വ്യക്തമായിട്ട് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എന്ത് ജോലിയുള്ളവരായിക്കോട്ടെ ജോലി ഇല്ലാത്തവരായിക്കോട്ടെ, ഒരു ടൈം 1 മണിക്കൂറെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഹീലിങ്ങിന് വേണ്ടിയിട്ട്, നമ്മുടെ മെഡിറ്റേഷൻ, നമ്മൾ പറയും സമയമില്ല എന്ന്. ശരിക്കും അക്യുപഞ്ചർ രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിശക്കുമ്പോൾ മാത്രമേ ആഹാരം കഴിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഭക്ഷണം വെക്കുന്നത് തന്നെ വളരെ കുറയാൻ വേണ്ടി തുടങ്ങും. അല്ലെങ്കിൽ നമ്മൾ 3-4 നേരം പാചകത്തിലായിരിക്കും. ഫുൾ ടൈം നമുക്ക് പാചകം, അതിൻ്റെയാണ് ഏറ്റവും കൂടുതൽ സമയം പോകുന്നത്. അതില്ലാണ്ടാക്കാൻ വേണ്ടി പറ്റും. പിന്നെ വെള്ളം ദാഹിക്കുമ്പോൾ പച്ചവെള്ളം മാത്രമേ കുടിക്കാണ്ടൂ. അപ്പോൾ അതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഹെൽത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരാൻ വേണ്ടി, ഫിസിക്കൽ ഹെൽത്തിന്, ആ ബോഡി പാർട്ടിലൊക്കെ എന്തൊക്കെ വേദനയാണ് അതൊക്കെ പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. അത് ഉറക്കം കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണ വിശ്രമത്തിലൂടെ രാത്രി ബാക്കിയുള്ള ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങളുടെ മെയിൻ്റനൻസ് കാര്യങ്ങൾ അതിലൂടെ റിപ്പയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങളൊരു മെഡിറ്റേഷനോ അല്ലെങ്കിൽ ഒരു ജിമ്മിൽ പോകലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ജിമ്മിലൊന്നും പോകാൻ സമയമില്ലെങ്കിൽ ഇതിൻ്റെ വർക്കൗട്ട് വീഡിയോ ഒക്കെ ഉണ്ട്, 15 മിനിറ്റ് അരമണിക്കൂറൊക്കെ ഉള്ളത്. അതിൽ നിങ്ങൾക്ക് പറ്റുന്നത് എല്ലാം ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് പറ്റുന്ന മാത്രം മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ സ്ഥിരമായിട്ട് അത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിലും ഏറ്റവും ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി പറ്റും. ഇതൊന്നും ചെയ്യാത്തവർക്ക് സമയം ഉണ്ടാവില്ല. രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരം ചിലപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഫുഡ് രാത്രി വെച്ച് കഴിക്കേണ്ട അവസ്ഥയുണ്ടാവും.
അപ്പോൾ അവർ ഉറങ്ങുന്നത് 10-11 മണിക്കൂർ. ഇങ്ങനെ സ്ട്രെസ്ഫുൾ ലൈഫിലാണ് അവർ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ഒരു അക്യുപഞ്ചറിൻ്റെ അടുത്ത് പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവർ പറയുന്ന ജീവിത രീതിയിൽ പിന്നെ അവരെ കാണണമെന്ന് പോലും ഇല്ല. നിങ്ങൾ തന്നെ ആ ജീവിതശൈലി നിങ്ങളത് മാറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ആ ഡോക്ടറെ കാണിക്കുന്ന പൈസയും പിന്നെ ലീവ് എടുക്കാത്തതെല്ലാം വിനോദയാത്രക്കെല്ലാം പിന്നീട് പോകാൻ വേണ്ടി പറ്റും. കാരണം നിങ്ങൾക്ക് അസുഖം വന്നിട്ടുണ്ടെങ്കിലല്ലേ ലീവും അങ്ങനത്തെ ടെസ്റ്റിങ്ങിനും ഒക്കെ പോകുള്ളൂ. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വേറൊരു തലത്തിലേക്ക് ഉയർത്താൻ വേണ്ടി പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നോക്കുക, അതിലുള്ള എന്തൊക്കെ ഇമോഷനാണ്. ഒരു ഇമോഷനും നമുക്ക് കൂടാൻ വേണ്ടി പാടില്ല. എല്ലാം ബാലൻസ്ഡ് ആയിക്കണം. സന്തോഷമായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, ദുഃഖമായിക്കോട്ടെ, ഭയമായിക്കോട്ടെ, ഇങ്ങനെ എല്ലാം ഉത്കണ്ഠ ആയിക്കോട്ടെ, എല്ലാം ഒരു മിതമായ അളവിൽ മാത്രമേ പാടുള്ളൂ. ഓവർ ആകുമ്പോഴാണ് ഓവർ തിങ്കിങ് എന്നുള്ള സിറ്റുവേഷൻ വരുന്നത്. എല്ലാ മനുഷ്യനും 80,000 തൊട്ട് 60,000 തൊട്ട് 80,000-ഓളം ചിന്തകൾ കടന്നു പോകുന്നുണ്ട്. അത് ഏത് മനുഷ്യനായിക്കോട്ടെ. അതിൽ 80% നെഗറ്റീവ് ചിന്തകളാണ്. അത് നമുക്ക് കുറക്കാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുമ്പം ചിന്തകൾക്ക് നല്ലോണം കൺട്രോൾ വരുന്നുണ്ട്. 4G പാലിക്കുമ്പോൾ തന്നെ ഒരുപാട് മാറ്റം ചിന്തകളിലേക്കും വരുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മളിങ്ങനെ മെഡിറ്റേഷൻ പോലെയോ അല്ലെങ്കിൽ വർക്കൗട്ടോ അങ്ങനത്തെ കാര്യങ്ങളും ചെയ്ത് മറ്റുള്ളവരോട് പരദൂഷണം ദേഷ്യം ഇതൊന്നും പറഞ്ഞ് നടക്കാണ്ട് അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിൽ ആരോടും നമ്മൾ അങ്ങോട്ട് പരാതി പറയേണ്ട, അവരുടെ ഒന്നും കേൾക്കാൻ നിൽക്കാണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.